യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. സങ്കടങ്ങൾ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് തലമുറകൾ കഴിഞ്ഞുപോയി. കന്യാമാതാവിൻ്റെ കാലം കഴിഞ്ഞല്ലോ. ഇന്നതാ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നിരിക്കുന്നു. 2000-ലേറെ വർഷം കഴിഞ്ഞല്ലോ. ഇന്നും വിസ്തമാതാവിനെ നാം ഓർക്കുന്നു. വിസ്തമാതാവിനെ ഇന്ന് അനുസ്മരിക്കുന്നു. മാതാവിൻ്റെ വിശ്വാസത്തിന് അത്ഭുതത്തോടെ കാണുന്നു. മാതാവിന് സമർപ്പണം അതിശയത്തോടെ കാണുന്നു. മാതാവിൻ്റെ സമർപ്പണവും വിശ്വാസവും നമ്മുടെ ഹൃദയത്തെ ആവേശം കൊള്ളിക്കുന്നു. വിസ്തമാതാവ് പറയുകയാണ്, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ സ്നേഹിതരെ, നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ നിങ്ങൾ ഭാഗ്യശാലികളായി തീരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവും തലോടുന്ന് അനുഭവിക്കുന്നു. എന്തൊരു ഭാഗ്യം! യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഞാൻ തത്വചിന്തയല്ല പറയുന്നത്. ഞാനൊരു ഏതെങ്കിലും സിദ്ധാന്തങ്ങളല്ല, താത്വിക ചിന്തകളല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന അനുഭവമാണ്. നിങ്ങൾക്ക് അനുഭവിക്കാം. തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ഭാഗ്യാനുഭവം വിസ്തമാതാവിനുണ്ടായി. എന്താണ് കാരണം? എന്താണ്? നാട്ടിലുള്ള ആളുകളെല്ലാം അന്ന് കന്യാമാതാവിനെ ദുഷിക്കുന്ന സമയമാണ്. വിവാഹം ഉറച്ചിട്ടേ ഉള്ളൂ, പക്ഷേ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു. മോശമല്ലേ അത്? വളരെ ഹീനമായൊരു കാര്യമല്ലേ? എന്തൊരു അപമാനകരമായ കാര്യമാണ്. വിവാഹം ഉറച്ചു, പക്ഷേ പെൺകുട്ടി ഗർഭിണിയായി. എന്തെല്ലാമായിരിക്കും ആളുകൾ പറയുന്നത്, എന്തെല്ലാമായിരിക്കും പുച്ഛിക്കുന്നത്, പരിഹസിക്കുന്നത്. അങ്ങ് ഒരു വിധത്തിൽ ആ പരിഹാസം കേട്ട് വിഷമിച്ചാണ് കന്യാമാതാവ് മലനാട്ടിൽ യഹൂദി പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. അവിടെ ചെന്ന് എലിശബത്തിനെ കണ്ടു, എലിശബത്തിനെ വന്ദിച്ചു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ കാര്യം ഈ എലിശബത്തും അതുപോലെ തന്നെയായിരുന്നു. സഖരിയാ പുരോഹിതൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഒരു ശിശുവിന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം നൽകി. അതോടുകൂടി എലിശബത്തിൻ്റെ ഗർഭത്തിൽ ഒരു പ്രജ ഉൽപ്പാദിക്കപ്പെട്ടു. മച്ചി എന്ന് പറഞ്ഞു തന്നവർക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് സ്തോത്രം. എലിശബത്ത് ഗർഭിണിയായി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഗർഭിണിയായ കന്യാമാതാവ് അങ്ങോട്ട് ഈ എലിശബത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. തുല്യ ദുഃഖിതരെന്ന് വേണമെങ്കിൽ പറയാം. എലിശബത്തിനെ ഈ ആളുകൾ പരിഹസിക്കുന്നു. പ്രായമായില്ലേ, ഇത്ര വൃത്തിയായ സ്ത്രീ കണ്ടില്ലേ, ഗർഭിണിയായിരിക്കുന്നു. ആളുകൾ പരിഹസിക്കുന്നു. കന്യാമാതാവിനെ പരിഹസിക്കുന്നു. താൻ്റെ വിവാഹം ഉറച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ഗർഭിണിയായി കളിയാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് കണ്ടു. ആ ഫെലോഷിപ്പിൽ അവർ ദൈവത്തെ സ്തുതിച്ചു, വർഷിപ്പ് ആരംഭിച്ചു. ഫെലോഷിപ്പ് കിട്ടി, വർഷിപ്പ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. വർഷിപ്പിൽ പറയുകയാണ്, കന്യാമാതാവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നു മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, കന്യാമാതാവിൻ്റെ ഉള്ളത്തിൽ യേശു വന്നു. കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ യേശു പിറന്നു. കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ നിത്യനായ ദൈവോത്തരം പിറന്നു. ആ മഹാസംഭവം നടന്നതുകൊണ്ട്, യേശു ക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നതുകൊണ്ട് കന്യാമറിയാം ഭാഗ്യവതിയായി തീർന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട്, ഇതാ ഞാൻ കർത്താവിന് ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് അന്ന് കന്യാമാതാവ് പറഞ്ഞതുപോലെ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കാൻ പറ്റുമോ? അതിന് ഭവിഷ്യത്തൊന്നും ഞാൻ ഓർക്കുന്നില്ല കർത്താവേ, ഒന്നും ഓർക്കുന്നില്ല. വേണ്ട. എന്തെല്ലാം സംഭവിച്ചാലും ശരി, ആരെല്ലാം കളിയാക്കിയാലും ശരി, എന്തെല്ലാം കുറ്റാരോപണങ്ങൾ വന്നാലും ശരി, ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകൾ വന്നാലും ശരി, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക എന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? കന്യാമാതാവ് പറഞ്ഞത് അതാണ്. ഇതാ ഞാൻ കർത്താവിന് ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. ഒന്നും മനസ്സിലായില്ല. മാലാഖ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. പേടിച്ചുപോയി. എന്തായി പറയുന്നത്? മാലാഖയെ കണ്ടു, പേടിച്ചുപോയി. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇതൊക്കെ കേട്ടപ്പോഴേക്കും കന്യാമാതാവ് അമ്പരന്ന് പോയി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീയല്ലേ, പിന്നെ എന്താ എങ്ങനെ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. മാലാഖ പറഞ്ഞ വാക്കുകൾ കേട്ടു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ മാത്രം ചിന്തിച്ചു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് മാലാഖ പറഞ്ഞപ്പോൾ കന്യാമറിയാം ഇത്രമാത്രം ചിന്തിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല. എല്ലാം ഒന്നും അർത്ഥം ഗ്രഹിച്ചില്ലെങ്കിൽ സാരമില്ല.
ഒരു വാക്ക് നിങ്ങൾക്ക് ഉള്ളത്തിൽ വരുമോ? കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ ദാസി. യേശുവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ. നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. യേശുവേ, നിൻ്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിൽ അങ്ങനെ സമർപ്പണം പറഞ്ഞു. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. ആരും കരച്ചിൽ കാണാതിരിക്കാൻ താഴ്ത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. ആ പറഞ്ഞ ഒരുപക്ഷെ ഉച്ചത്തിലായി പോയത് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയൊന്നും ഞാൻ നോക്കിയില്ല. യേശുവേ, ഇന്ന് മുതൽ ഞാൻ കർത്താവിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, യേശു ക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഭാഗ്യവാനായി മാറി. കന്യമറിയതാണ് പറഞ്ഞത്, ഇന്ന് മുതൽ തലമുറകൾ, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സ്നേഹിതരെ, നിങ്ങൾക്ക് ചിലർക്ക് തോന്നുന്നില്ലേ, ഞാൻ ഏതായാലും ഭാഗ്യം കെട്ടവളാണ്, ഞാൻ ഏതായാലും ഭാഗ്യമില്ലാത്തവനാണ്, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു, ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ, എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയില്ലേ, എനിക്ക് വേണ്ടത്ര ആരോഗ്യമില്ലല്ലോ, അല്ല എനിക്ക് അത്ര പഠിപ്പില്ലല്ലോ, എനിക്ക് അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളില്ലല്ലോ, നല്ലൊരു വീടില്ലല്ലോ, നല്ല സ്നേഹമുള്ളൊരു ഭർത്താവില്ലല്ലോ, സ്നേഹമുള്ളൊരു ഭാര്യയില്ലല്ലോ, ഇല്ല, എനിക്ക് എന്താ ഉള്ളത്? എനിക്കെന്നും ദുരിതമല്ലേ ഉള്ളൂ. നിങ്ങൾ 15 ചൊല്ലി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, മനസ്സ് പതറിയിരിക്കും നിങ്ങൾ, ഭാരപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ, ഇപ്പോൾ ദൈവത്തോട് നിങ്ങൾ പറയുവീൻ, കർത്താവേ, ഞാനൊരു ഭാഗ്യവാനാണ്, ഞാനൊരു ഭാഗ്യശാലിയാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വചനം കിട്ടുന്നു, ദൈവത്തിൻ്റെ വചനം കിട്ടുന്നു, ദൈവത്തിൻ്റെ വചനം എനിക്ക് കിട്ടുകയാണ്. കർത്താവേ, നിൻ്റെ വചനം എനിക്ക് ലഭിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. വെളിപ്പാട് 14:13. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. സ്തോത്രം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മൃതന്മാർ അനേകരുണ്ട്, മരിക്കുന്നു, അനേകർ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും, അല്ലേ? നമ്മുടെ ചുറ്റുപാടൊന്നും കാണുന്നുണ്ടല്ലോ. നനച്ച് ചെയ്യാതെ കടന്നു പോകുന്നവർ, നനച്ച് ചെയ്യാതെ കടന്നു പോകേണ്ട പറയാം ആകാതെ അവിചാരിതമായി കടന്നു പോകുന്നവർ, ഒരു അസുഖവും ഇല്ല, പക്ഷേ ഇരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആളങ്ങ് ചാഞ്ഞു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഭാര്യ അത്ഭുതത്തോടെ, ഭയത്തോടെ, അതിശയത്തോടെ നോക്കുകയാണ്, എന്തു പറ്റി? ഭർത്താവ് മിണ്ടുന്നില്ല. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഒരു രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ കൂടെ ഒരിക്കൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം വൈകുന്നേരം ഒരു സന്ധ്യാനമസ്കാരമെല്ലാം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും ഒരു സന്ധ്യാനമസ്കാരമെല്ലാം കഴിഞ്ഞു, അദ്ദേഹം കിടന്നുറങ്ങി. അന്ന് വെളുപ്പിന് 6 മണിക്ക് അവർക്കൊരു സ്ഥലത്ത് പോകാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതവർ രണ്ടുപേരും ഒരുമിച്ച് പോകാനിരിക്കുകയാണ്. രാവിലെ അവൾ എഴുന്നേറ്റു, ബെഡ് കോഫി ഉണ്ടാക്കി ഭർത്താവ് കൊടുത്തിട്ട് പോകാനായിട്ട് തയ്യാറാകുകയായിരുന്നു. പക്ഷേ ഭർത്താവ് ഉറങ്ങിക്കിടക്കുകയാണ്. അവൾ വിചാരിച്ചു, ഭർത്താവ് ഉറങ്ങിക്കിടക്കുകയല്ലേ, വേണ്ട, ഞാൻ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വിളിക്കാം. ബെഡ് കോഫി കൊണ്ട് വന്നപ്പോൾ ആൾ വിളിച്ചു എഴുന്നേൽക്കുന്നില്ല. എന്തു പറ്റി? ആൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. എത്രയോ സംഭവങ്ങൾ നടക്കുന്നു. പക്ഷേ യേശുക്രിസ്തുവിൽ മരിക്കുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കാനിടയാകുക. എപ്പോൾ മരിച്ചാലും, എങ്ങനെ മരിച്ചാലും ക്രിസ്തുവിൽ മരിക്കാനിടയാകുക. ക്രിസ്തുവിൽ മരിക്കുന്നവരാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ക്രിസ്തുവിൽ ജീവിക്കുക. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ശരണത്തിൽ ജീവിക്കണം, ക്രിസ്തുവിൻ്റെ ശരണത്തിൽ മരിക്കണം. നിൻ ശരണേ മൃതരാം താ സഹോദരിൽ ചൊരിയണമേ മോദപ്പനിനീര്. നിൻ്റെ ശരണത്തിൽ മരിക്കണം, ക്രിസ്തുവിൻ്റെ ശരണത്തിൽ നിന്ന് മരിക്കണം. നിന്നിൽ ശരണത്താൽ നിതിരിലായി നിൻ്റെ വരവിന് കാത്തിയുടെ മൃതരിൽ കനിയണമേ എന്നാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ശരണത്തിൽ മരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് പാടി നോക്കാം. ശരണേ മൃതരാം താത സഹോദരിൽ ചൊരിയണമേ മോദ പനിനീരന്നാഥ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ.
ശരണത്താൽ നിരരായി നിൻ്റെ വരവിന് കാത്തിയുടെ മൃതരിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ. ദൈവമേ, നിന്നോടുള്ള ശരണത്തിൽ, നിന്നോടുള്ള ബന്ധത്തിൽ, നിന്നോടുള്ളതായ ആ ഒരുമയിൽ അങ്ങനെ ജീവിച്ച് കടന്നു പോകുന്നവർക്ക് മാത്രമേ നിത്യജീവൻ കിട്ടുകയുള്ളൂ. നിന്നിൽ ശരണത്താൽ നിരരായി നിൻ്റെ വരവിന് കാത്തിയുടെ മൃതരിൽ കനിയണമേ. നിൻ ശരണയെ മധുരാം താ സഹോദരരിൽ ചൊരിയണമേ മോദപ്പനി നീര്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ശരണത്തിലായിരിക്കണം. നിങ്ങൾ പറയും എനിക്ക് ക്രിസ്തുവിൻ്റെ ശരണത്തിലാണല്ലോ. അതല്ല പ്രിയരെ പറഞ്ഞത്. ക്രിസ്തുവും ഞാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം, നിരപ്പായിരിക്കണം. ക്രിസ്തുവും ഞാനും തമ്മിൽ നിരപ്പായിരിക്കണം. നാം ക്രിസ്തുവുമായി നിരപ്പായിരിക്കണം. എനിക്കും ക്രിസ്തുവിനിടയ്ക്ക് ഒരു പാപം ഉണ്ടായിരിക്കരുത്, ഒരു വേരി ഉണ്ടായിരിക്കരുത്. ക്രിസ്തുവിന് എനിക്കും ഇടയ്ക്ക് ഒരു വേരി ഉണ്ടായിരിക്കരുത്, പാപം ഉണ്ടായിരിക്കരുത്. അതാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നാം പാടുന്നത്. നിരപ്പാകണമേ ദൈവമേ, നീ നിരുപമകൃപയാൽ ഞങ്ങളോട് നിരപ്പാകണമേ ദൈവമേ. ദൈവമേ, നിൻ്റെ നിരുപമമായ കൃപയാൽ ഞങ്ങളോട് നിരപ്പാകണമേ. കടലിൽ യോനാനബിയുടെ പ്രാർത്ഥന നീ കേട്ടതുപോലെ ഈ ദാസന്മാരിൽ എന്ന് നീ കനിയുക. ഇതൊക്കെ നാം പാടുന്നു നമുക്കറിയാം. എന്നാൽ പാടുന്നെങ്കിലും നമുക്കതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എന്ന് മനസ്സിലാക്കുന്നില്ല. ദൈവവുമായി നിരപ്പാകണം. ഒന്ന് ഓർത്ത് നോക്കൂ. ദൈവമായിട്ട് നിരപ്പായിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ? ദൈവമായിട്ട് നിരപ്പിലാണോ ജീവിക്കുന്നത്? ഇന്ന് ഇടയ്ക്ക് ഏതെങ്കിലും പാവമുണ്ടോ? നിങ്ങളും കർത്താവും തമ്മിൽ ഇടയ്ക്ക് ഏതെങ്കിലും തിന്മയുണ്ടോ? നിങ്ങൾ അസത്യം പറയുന്നവരാണോ? നിങ്ങൾ വ്യാജം പറയുന്നവരാണോ? കാപട്യം പ്രവർത്തിക്കുന്നവരാണോ? കപടമായി പ്രവർത്തിക്കുന്നവരാണോ? നിങ്ങൾ വഞ്ചനയുള്ളവരാണോ? നിങ്ങൾ ചതി ചെയ്യുന്നവരാണോ? നിങ്ങൾ കോപിച്ച് കലമ്പലുണ്ടാക്കുന്നവരാണോ? കോപിച്ച് അട്ടഹസിക്കുന്നവരാണോ? എപ്പോഴും കോപം, എപ്പോഴും മുൻശുണ്ടി പിടിച്ചുകൊണ്ട് വാഗ്വാദം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? പല കുടുംബങ്ങളിലും കിടപ്പുമുറികൾ കോടതി മുറിയാണെന്ന് പറയും. കോടതി മുറി വാഗ്വാദങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കവും തീരാത്ത തർക്കം. അങ്ങനെയുള്ള ജീവിതം ഉണ്ടെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ കലമ്പലുകൾ മാറും. നിങ്ങളുടെ വീട്ടിലെ കലമ്പലുകൾ, ഇഷ്ടക്കേടുകൾ മാറും, മുഷ്ടിലുകൾ മാറും, മുഖം വീർപ്പിച്ച് മുഖം വാടി നടക്കുന്ന സ്വഭാവങ്ങൾ മാറും. ദൈവവുമായി നിരപ്പാകുക. ദൈവത്തോട് നിരപ്പാകണം, മനുഷ്യരോട് നിരപ്പാകണം. ആരോടെങ്കിലും നിങ്ങൾ നിരപ്പാകാനുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ആരോടെങ്കിലും നിരപ്പാകാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിനിയും ദൈവത്തോട് നിരപ്പാകാൻ സാധ്യമാകാതെ വരും. ആരോടെങ്കിലും നിരപ്പുകേടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, ആരോടെങ്കിലും മനസ്സിൽ നീരസമുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇഷ്ടക്കുറവും മുഷ്ടിലും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തോട് നിരപ്പാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, എനിക്ക് ആരോടെല്ലാമാണ് വിരോധമുള്ളത്? ആരോടെല്ലാമാണ് എനിക്ക് ഇണങ്ങാനുള്ളത്? ആരോടെല്ലാമാണ് എനിക്ക് ഇനി നിരപ്പാകാനുള്ളത്? ആരോടെല്ലാമാണ് ഞാൻ പിണങ്ങിയിരിക്കുന്നത്? ഭാര്യയും ഭർത്താവും മാത്രമല്ല, മാതാപിതാക്കളും മക്കൾ മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവർ, അവരോട് ഇഷ്ടക്കുറവുണ്ടോ, മുഷ്ടിലുണ്ടോ, അവരോട് ഒരു പിണക്കം ഹൃദയത്തിലുണ്ടോ? ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ, ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ ഇഷ്ടക്കുറവും മുഷ്ടിലോ ഉണ്ടോ? ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ കാണാം, എൻ്റെ കർത്താവേ, തെറ്റുകളുണ്ടല്ലോ, തെറ്റുകൾ ഏറെ അനേകം കാര്യങ്ങൾ തിരുത്താനുണ്ട്. ഇതെല്ലാം തിരുത്തിയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റണമെങ്കിൽ ഇതെല്ലാം തിരുത്തണം, പാപങ്ങളെല്ലാം മാറ്റണം. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നു, കർത്താവിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ എൻ്റെ ജീവിതമാകെ പരിശോധിച്ചു. ഞാൻ പ്രകടമായ പാപത്തിനൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ മഹാഭാവിയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് കൃഷിയുള്ള കാലമാണ്. ഞങ്ങളുടെ പാടത്ത്, കൃഷി സ്ഥലത്ത് ഒരു ദിവസം ഞാൻ രാവിലെ അതിലെ പാടത്ത് നെൽകൃഷി നോക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ കണ്ടത്തിൻ്റെ രീതിയിൽ നന്നായിട്ട് വളർന്നു വരുന്ന നെല്ല് ഒരാളുടെ പശു കയറ് വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അയ്യോ എന്തായി കാണിക്കുന്നത്? പശു നെല്ല് തിന്നത് കാണുന്നില്ലേ? അത് ഓടി വന്നു. അയ്യോ സാറേ, ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചില്ല. അദ്ദേഹം വളരെ വിനയായിട്ട് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളിങ്ങനെ കണ്ണി ചോരയില്ലാതെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, കണ്ണി ചോരയില്ലാതെ ചെയ്തല്ലോ. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വലിയ നീരസമായിരുന്നു. ഉള്ളിൽ വല്ലാത്തൊരു പരിശ തോന്നുപോയി. ഞാൻ ചിന്തിച്ചു, ഞാൻ ആത്മീയമായ അനുഭവത്തിലേക്ക് വരാൻ, ആത്മാവിൻ്റെ കൃപ ലഭിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ആ സംഭവം നടന്നതിന് ശേഷം 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ മാപ്പി ചോദിക്കും. എനിക്ക് അദ്ദേഹത്തോട് നീരസം ഉണ്ടായിപ്പോയി. അല്ലാതെ ഞാൻ അരുതാത്തൊന്നും പറഞ്ഞില്ല, വേണ്ടാതിനൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് നല്ല കയ്പുണ്ടായി. അദ്ദേഹം എതിരെ വരുമ്പോൾ ഞാൻ വരമ്പ് മാറി കടന്നു പോകും. അങ്ങനെയായിരുന്നു. നേരെ ഞാൻ ചെല്ലാറില്ല. എനിക്ക് ദേഷ്യം, അത് ഉള്ളിൽ നീരസം ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു, അന്ന് ആ പശു നെല്ല് തിന്നതിൽ എനിക്ക് നല്ല നീരസം ഉണ്ടായിപ്പോയി, എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിപ്പോയി. അദ്ദേഹം എന്തേലും പറഞ്ഞു, സാറേ അത് അറിയാതെ പറ്റിപ്പോയതല്ലേ,
പശു വലിച്ച് തിന്നതാണ്, തിന്നുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെ ഹൃദയത്തിൽ വലിയ കലുഷത വന്നുപോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിരപ്പായി. വളരെ സന്തോഷമായി പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം കാര്യങ്ങളാണ് ആ ദിവസങ്ങളിൽ ഞാൻ ചെയ്തത്. മഴന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഞാനൊരു 3 പുസ്തകം എടുത്തിരുന്നു. ആ പുസ്തകം കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ്, പ്രയോജനമുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ ലൈബ്രറിയിലേക്ക് തിരിച്ചു കൊടുത്തില്ല. ആ പുസ്തകം തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് ഞാൻ മാപ്പ് ചോദിച്ചു. അനേകം കാര്യങ്ങൾ. ഒരാൾക്കൊരു 648 രൂപ കടം ഞാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്ന ചില ന്യായീകരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കൊടുക്കാതിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷേ എനിക്ക് ചില ന്യായീകരണങ്ങളുണ്ടായിരുന്നു കൊടുക്കണ്ട എന്ന്. ഞാൻ പോയി മാപ്പ് ചോദിച്ചു. ആ രൂപ തിരികെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നിരപ്പായി, മനുഷ്യരോട് നിരപ്പായി. ഏതെല്ലാം കാര്യങ്ങളിലാണ് അകൽച്ച ഉണ്ടായിരുന്നത് അവിടെ എല്ലാം പോയി നിരപ്പായി. ആരോടും കലുഷതയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരോടും പരാതിയില്ലാതെ, എല്ലാവരെയും സ്നേഹിക്കുന്ന യേശുവിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ജീവിതം ഞാൻ കർത്താവിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ദൈവത്തോട് നിരപ്പാകാൻ തോന്നുന്നുണ്ടോ? മനുഷ്യരോട് നിരപ്പാകുകയും ദൈവത്തോട് നിരപ്പാകുകയും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവിൽ ജീവിക്കാനിടയാകണം. ക്രിസ്തുവിൻ്റെ ഉള്ളത്തിലേക്ക് വരണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഉള്ളത്തിലേക്ക് വരണം. കർത്താവിൽ ജീവിക്കണം. ഇന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരണം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് ഈ ഭാഗ്യം വേണമോ? ഇന്ന് കടന്നുപോയാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു പോകാൻ സാധിക്കുമോ? ഇന്ന് കടന്നുപോയാൽ ദൈവത്തിൽ ചെല്ലുമെന്ന് ഉറപ്പുണ്ടോ? കർത്താവിന് സ്തോത്രം. വെറുതെയുള്ള ഉറപ്പല്ല. യേശു ക്രിസ്തു എൻ്റെ പാവം പോക്കി. യേശു ക്രിസ്തുവിൻ്റെ തിരുവാലിനൊഴി രക്തത്താലിൻ്റെ പാവക്കറകളെല്ലാം കഴുകി. യേശു ക്രിസ്തുവിൻ്റെ പാവം കഴുകി തന്നു. യേശു ക്രിസ്തുവിനെ പുതിയ സൃഷ്ടിയാക്കി തീർത്തു. യേശു ക്രിസ്തുവിൻ്റെ വകയായി ഞാൻ തീർന്നു. ഞാൻ ഇനി പിശാചിന് അവകാശമില്ല. പിശാചിന് എൻ്റെ മേൽ അവകാശം യാതൊന്നുമില്ല. ഇനി പിശാചിന് എൻ്റെ മേൽ അവകാശം പറയാൻ ഒന്നുമില്ല. എല്ലാം ഞാൻ തീർത്തിരിക്കുന്നു. ഈ ഉറപ്പ് നിങ്ങൾക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. പിശാച് അവകാശം പറയാൻ ഒന്നുമില്ലാത്തവണ്ണം നിങ്ങൾ ഹൃദയം ശുദ്ധമാക്കി തീർക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. വിശുദ്ധി, അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. സ്നേഹം, വിശുദ്ധി, വിശ്വാസം. തീർന്നു. വേറൊന്നും പറയാനില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്നേഹം ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധി ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശ്വാസം ലഭിക്കും. ഇത് മാത്രമേ പറയുന്നുള്ളൂ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളിത് കേട്ടിട്ട് പോയിട്ട് നിങ്ങളാരും സഭ മാറേണ്ട ആവശ്യമില്ല. നിങ്ങളാരും സമുദായം മാറേണ്ട ആവശ്യമില്ല. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്ന സഭയിൽ നിൽക്കുക. നിങ്ങൾ പോകുന്ന പള്ളിയിൽ പോകുക. അതൊന്നും മാറണ്ട. മാറാനുള്ളത് നിങ്ങളുടെ ഹൃദയമാണ്. ഈ ഹൃദയം മാറും. അവിടെ യേശു വസിക്കും. നിങ്ങൾ ഭാഗ്യശാലികളായി മാറും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി ഇത് വചനം കേൾക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിൽ മരിക്കുമെന്ന് പറയാനുള്ളതായ പ്രാഗല്യം നിങ്ങൾക്കുണ്ടോ? ഞാനും ചിന്തിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ദൈവത്തിന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു അവസരത്തിൽ വചനം പറയാൻ എനിക്ക് ഇടയായില്ല എന്ന് ഇരിക്കട്ടെ. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി ഈ വചനം പറയാനുള്ളതായ ആ ഒരു അവസരം എനിക്ക് കിട്ടുന്നില്ല. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം തീർന്നിരിക്കട്ടെ. എന്നാൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കർത്താവേ, എപ്പോൾ കടന്നു വന്നാലും, അത് ഇന്നായാലും നാളെ ആയാലും, അല്ല നീ നിയമിക്കുന്ന ദിവസത്തായാലും, നിൻ്റെ സന്നിധിയിലേക്ക് വരാൻ എന്നെ ഒരുക്കണമേ. നിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു വരുന്ന സമയത്ത് അവരോടൊപ്പം പറന്നു വരാൻ എനിക്കും ഭാഗ്യം തരണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഇത് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. വേറൊരു ലാക്കുമില്ല പ്രിയപ്പെട്ടവരെ, വേറൊരു ലക്ഷ്യമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വസിക്കൂ. അനേകം ആത്മാക്കൾ രക്ഷപ്പെടുന്നു. അനേകർ സമാധാനം പ്രാപിക്കുന്നു. കൊള്ളരുതാത്ത ജീവിതം നയിക്കുന്നവർ അനേകർ നല്ല വഴിയിലേക്ക് തിരിയുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ യേശുവിന് കൈമാറുക. യേശുവിൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട്, തൊട്ടരികത്ത് നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുക. മടിക്കണ്ട, മകനെയും മടിക്കണ്ട, മകളെയും താമസിക്കണ്ട. യേശു അതിൻ്റെ അരികത്തുനിന്ന് കൈ നീട്ടി നിൽക്കുകയാണ്. ഒരു യാചകരെ പോലെ കൈ നീട്ടി നിൽക്കുന്നു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കാമോ? ആ കൈകളിൽ ആണിപ്പാട് കാണാം. ഹല്ലേലൂയ. ആണിപ്പാട് കാണാം. ആ ആണിപ്പാടിൽ രക്തം തുളിച്ച് നിൽക്കുന്നു. ആ തിരക്തം നിങ്ങളെ കഴുകുന്ന രക്തമാണ്. ആ തിരക്തം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ തിരക്തം നിങ്ങളെ കഴുകി വെടിപ്പാക്കുന്ന രക്തമാണ്. ആ തിരക്തം നിങ്ങൾക്ക് പുതിയ ജീവിതം തരുന്ന രക്തമാണ്. ആ തിരക്തം നിങ്ങളെ ഇപ്പോൾ കഴുകട്ടെ, ഇപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങളുടെ രോഗം മാറ്റട്ടെ.
മാറ്റട്ടെ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം തരട്ടെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ഇരിക്കുന്ന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ എല്ലാ തലമുറകളിൽ നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ അനുഗ്രഹത്തിൻ്റെ സുദിനങ്ങളായി മാറട്ടെ. ഇന്നു മുതൽ സന്തോഷത്തിൻ്റെ കാലങ്ങളായി മാറട്ടെ. ഇന്ന് മുതൽ അനുഗ്രഹത്തിൻ്റെ കാലങ്ങളായി മാറട്ടെ. ഇന്നു മുതൽ സമാധാനത്തിൻ്റെ കാലങ്ങളായി മാറട്ടെ. ഇന്നു മുതൽ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുള്ള കാലങ്ങളായി മാറട്ടെ. സ്നേഹത്തിൻ്റെ ചൂടുമുള്ള അനുഗ്രഹീതമായ കാലങ്ങളായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിതം കർത്താവിന് സമർപ്പിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു ഇതാ കരുന്നീട്ടി നിൽക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. യേശുവിൻ്റെ കൈകളിലേക്ക് സൂക്ഷിച്ച് നോക്കാം. പുറമെയുള്ള കണ്ണടച്ചുകൊണ്ട് യേശുവിൻ്റെ കൈകളിലേക്ക് നോക്കൂ. നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്ന കരങ്ങളിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ആണിയടിച്ച് തകർക്കപ്പെട്ട കരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരങ്ങൾ, ആ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. ആ കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് കരങ്ങൾ ചെന്ന് വീഴും. ഹല്ലേലൂയ. അപ്പോൾ ആ കണ്ണുനീര് വീഴുമ്പോൾ ആ തൃക്കരം നിങ്ങളുടെ നേരെ ഉയർത്തും. ആ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പുതിയ സൃഷ്ടികളായിത്തീരും. പുതിയ അനുഭവം പ്രാപിക്കും. പുതിയ അനുഗ്രഹം പ്രാപിക്കും. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വിശിഷ്ടമായ ഈ സമയത്ത് യാചിക്കേണ്ട സമയം ഇത്. മോചിക്കും നഴിയുതാൻ ഇത് നമസ്കാരത്തിന് സമയം. ഇത് തന്നെ കരുണാസമയം. ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം താഴ്ത്തുകയും യേശുവിനോട് പ്രാർത്ഥിപ്പീൻ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുകയും യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയുവീൻ, യേശുവേ ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. മനസ്സിൽ ഭാരപ്പെട്ടു വന്നിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. ആകുലങ്ങളിലും കടത്തിൻ്റെ ഭാരങ്ങളിലുമായി വലയുന്നവർക്ക് ഒരാശ്വാസം നൽകണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, പാപത്തിന് ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പാപത്തിൽ രക്ഷിക്കുകയും ചെയ്യണമേ. നിത്യ സമാധാനത്തിനായി എല്ലാവരെയും ഒരുക്കണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.